Hi dears. So next we are entering into the fourth module. In this module we are dealing with the bending stresses, shear stresses and the strain energy due to these bending and shear stresses. കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റിനെ പറ്റിയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അതൊരു ഫോഴ്സ് അല്ലെങ്കിൽ മൊമെന്റ് ആണ് അവിടെ, അല്ലേ? ഈ ഫോഴ്സ് കൊണ്ടും മൊമെന്റ് കൊണ്ടും ഉണ്ടാവുന്ന അടുത്ത എഫക്റ്റ് എന്ന് പറയുന്നത് സ്ട്രെസ്സസ് ആണ്. മെക്കാനിക്സ് നമ്മൾ ഫോഴ്സസിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. MOSലെ ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഫസ്റ്റ് മോഡ്യൂളിൽ ഈ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സസ് ആണ് പഠിച്ചത്. അതായത് നോർമൽ സ്ട്രെസ്സസ്, അല്ലേ? നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്ട്രെസ്സസ് ആയിരുന്നു അവിടെ പഠിച്ചത്. അതിൽ നോർമൽ സ്ട്രെസ്സസ് ഉണ്ട്, ടാൻജൻഷ്യൽ സ്ട്രെസ്സസ് ഉണ്ടായിരുന്നു, പിന്നെ വോളിമെട്രിക് സ്ട്രെസ്സും പഠിച്ചു. അതേപോലെ ഈ ആക്സിൽ ഫോഴ്സിന് പകരം ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന ഫോഴ്സസും മൊമെന്റും ആണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചത്. ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും. അപ്പോൾ ഒബ്വിയസ്ലി ഫോർ ദിസ് ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ദർ ഷുഡ് ബി സം സ്ട്രെസ്സസ്, അല്ലേ? അപ്പോൾ ആ സ്ട്രെസ്സസ് എന്തൊക്കെയാണ്, അതാണ് ഈ മോഡ്യൂളിൽ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഒരു ബെൻഡിങ്ങിനെതിരെ ഇന്റേണലി റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ട്രെസ്സസ് അല്ലെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ ഏരിയ ഈസ് നോൺ ആസ് ബെൻഡിങ് സ്ട്രെസ്. അതേപോലെ ദ സ്ട്രെസ് ഡെവലപ്ഡ് or the resistance developed against the shear force per unit area is known as the shear stress. ഇപ്പോൾ ബെൻഡിങ് മൊമെന്റിനെതിരെ ഉണ്ടാവുന്ന സ്ട്രെസ് ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ ഫോഴ്സിനെതിരെ ഉണ്ടാവുന്ന സ്ട്രെസ് ഷിയർ സ്ട്രെസ്സും ആണ്. ക്ലിയർ അല്ലേ? ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എന്നതാണ് ഈ മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ബെൻഡിങ് of the beam per unit area of the cross section is called bending stress. ഇതുപോലെ the resistance against shearing of the beam per unit area is known as the shear stress. So അങ്ങനെ തന്നെ നിങ്ങൾക്ക് അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് ബെൻഡിങ് സ്ട്രെസ് ആൻഡ് വാട്ട് ഈസ് ഷിയർ സ്ട്രെസ്? ഇതൊക്കെ നോട്ടിൽ എഴുതി വെച്ച് പഠിച്ചോളൂ കേട്ടോ. ഇനി അടുത്തൊരു ടേം നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് അല്ലെങ്കിൽ തിയറി ഓഫ് പ്യുവർ ബെൻഡിങ്. വാട്ട് ഈസ് മീൻ ബൈ സിമ്പിൾ ബെൻഡിങ് ഓർ പ്യുവർ ബെൻഡിങ്? അതാണ് ഇനി നോക്കാനുള്ളത്. ഈ ഒരു ലോഡിംഗ് കണ്ടീഷൻ നോക്കാം. ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ഓവർ ഹാങ്ങിങ് ഓൺ ഐദർ എൻഡ്, അല്ലേ? ഒരു സപ്പോർട്ടിന്റെ പുറത്തേക്ക് രണ്ട് പോർഷനും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓവർ ഹാങ്ങിങ് ടു ദ എയ്ദർ എൻഡ് ഫ്രം ദ സപ്പോർട്ട്സ്. അപ്പോൾ ഇവിടെ SFD ആൻഡ് BMD വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് SFD BMD കിട്ടിയത്. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, പിന്നെ ബെൻഡിങ് മൊമെന്റ് ഇങ്ങനെ കിട്ടി. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്താണിത്. സോ വി ആർ ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ് ഈ മൊമെന്റ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത് കാണാം. അതേ സമയത്ത് ബിറ്റ്വീൻ ദ സപ്പോർട്ട് ദർ ഇസ് നോ ഷിയർ ഫോഴ്സസ് ആക്ടിങ്, അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വേർ ദർ ഇസ് നോ ഷിയർ ഫോഴ്സ് ബട്ട് അറ്റ് ദ സെയിം ടൈം ദ ബെൻഡിങ് മൊമെന്റ് ഇസ് കോൺസ്റ്റന്റ്. സച്ച് എ കണ്ടീഷൻ ഇസ് നോൺ ആസ് പ്യുവർ ബെൻഡിങ് അല്ലെങ്കിൽ സിമ്പിൾ ബെൻഡിങ്. So what is mean by pure bending or simple bending എന്ന് ചോദിച്ചാൽ you have to write that statement and show this figure also. എന്താണ് സ്റ്റേറ്റ്മെന്റ്? It is the condition where there is no shear force and at the same time bending moment is constant. അതിനാണ് പ്യുവർ ബെൻഡിങ് അല്ലെങ്കിൽ സിമ്പിൾ ബെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ടേംസ് തന്നെ ആലോചിക്കാം. സിമ്പിൾ ബെൻഡിങ്, ബെൻഡിങ് മാത്രം, അല്ലെങ്കിൽ പ്യുവർ ബെൻഡിങ്, ബെൻഡിങ് മാത്രം. So it is a condition where there is no shear force but at the same time having only bending moment അല്ലെങ്കിൽ constant bending moment. So write down that portion അല്ലെങ്കിൽ explain in that way and show this figure also. Okay. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിന് ഒരു സിമ്പിൾ ബെൻഡിങ് അല്ലെങ്കിൽ പ്യുവർ ബെൻഡിങ് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് there should be some assumptions, അല്ലേ? ഓക്കെ, ഏതൊരു ഡിസൈൻ ചെയ്യുമ്പോൾ ഏതൊരു തിയറി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കുറേ അസംഷൻസ് ഉണ്ടാവും. അസംഷൻസിന്റെ ബേസിലാണ് ആ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് സിമ്പിൾ ബെൻഡിങ് അല്ലെങ്കിൽ പ്യുവർ ബെൻഡിങ്? ഇതും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. സോ ഇത് ശരിക്കും തറവാക്കിയിട്ട് മിനിമം 5 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 5 മാർക്സ്. ഓക്കെ, സോ നൗ വിൽ സീ വാട്ട് ആർ ദ പോയിന്റ്സ്. ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് the material
ഓഫ് ദ ബീം ഈസ് ഹോമോജനസ് ആൻഡ് ഐസോട്രോപിക്. ഹോമോജനസ് ആൻഡ് ഐസോട്രോപിക് എന്നാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി നമുക്ക് അങ്ങോട്ട് ഇതുപോലത്തെ കുറേ അസംഷൻസ് പഠിക്കാനുണ്ട്. അവിടെ എല്ലാം ആദ്യത്തെ പോയിന്റ് തന്നെ ആയിരിക്കും, ഹോമോജനസ് ആൻഡ് ഐസോട്രോപിക്. എന്താണ് ഹോമോജനസ് എന്ന് ഉദ്ദേശിക്കുന്നത്? മെറ്റീരിയലിന്റെ കംപ്ലീറ്റ് ലെങ്ത്തിൽ സെയിം മെറ്റീരിയൽ പ്രോപ്പർട്ടി ആയിരിക്കും, ദാറ്റ് ഈസ് ഹോമോജനസ്. ഐസോട്രോപിക് എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലും സെയിം, ഒരു 3 ഡയമെൻഷനിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ഡയറക്ഷനിലും എല്ലാ ഡയമെൻഷനിലും സെയിം സ്ട്രെസ്സസ് അല്ലെങ്കിൽ സെയിം ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക എന്നർത്ഥം. സോ ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഇറ്റ് ഇസ് ഹോമോജനസ് ആൻഡ് ഐസോട്രോപിക്. രണ്ടാമത്തത്, വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് സെയിം ഇൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ. നമുക്കറിയാം ബീം ബെൻഡ് ചെയ്യുന്ന സമയത്ത് ബീമിന്റെ ഒരു സിമ്പിൾ സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ബീമിന്റെ താഴ്ഭാഗത്ത് ടെൻഷനും മുകൾ ഭാഗത്ത് കംപ്രഷനും ഉണ്ടാവും. അപ്പോൾ ഇത് കാണാം, ഈ ഒരു ഫിഗറിൽ നോക്കാം, കണ്ടോ, ഇതിങ്ങനെ ബെൻഡ് ആവുകയാണ്. ഇങ്ങനെ ബെൻഡ് ആവുന്ന സമയത്ത് ഇവിടെ ടെൻഷനും ഈ ലെയർലെസ്സിലും ടെൻഷനും ഈ ലെയേഴ്സിലെല്ലാം കംപ്രഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന രണ്ട് ടെൻഷൻ ഏരിയ ആണെങ്കിലും കംപ്രഷൻ ഏരിയ ആണെങ്കിലും യങ്സ് മോഡുലസ് ഈസ് സെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടിയിൽ വ്യത്യാസമില്ല, സെയിം മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നു പറഞ്ഞു. അപ്പോൾ അതിന്റെ രണ്ടാമത്തെ കണ്ടീഷനാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സെയിം ഇൻ ദ ടെൻഷൻ ആൻഡ് കംപ്രഷൻ. ദെൻ ദ മെറ്റീരിയൽ ഒബേസ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ അതേപോലെ പാലിക്കുന്നുണ്ട്. എന്താണ് ഹൂക്സ് ലോ പറയുന്നത്? ദ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് എ കോൺസ്റ്റന്റ് വെൻ ദ ഫോഴ്സസ് ആക്ടിംഗ് വിതിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്, അല്ലേ? ഓക്കെ, അടുത്ത കണ്ടീഷൻ, സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ് ഡസ് നോട്ട് എക്സീഡ് ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ നേരത്തെ നമ്മൾ ബെൻഡിങ് സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞു. ഈ ബെൻഡിങ് സ്ട്രെസ് അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ്സിനേക്കാൾ കൂടുന്നില്ല എന്നർത്ഥം. അതായത് ലോഡ് ആക്ട് ചെയ്യുന്നത് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് തന്നെ എന്നുള്ളതിന്റെ വേറൊരു എക്സ്പ്ലനേഷൻ ആണത്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ദ ബീം ഈസ് ഇനിഷ്യലി സ്ട്രെയിറ്റ് ആൻഡ് ഈസ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ബീം. ഇനീഷ്യലി ആ ബീം വളരെ സ്ട്രെയിറ്റ് ആണ്, വളവുകളൊന്നുമില്ല. മാത്രമല്ല ആ ക്രോസ് സെക്ഷൻ ത്രൂ ഔട്ട് ദ ബീം സെയിം ആണ്. ദാറ്റ് ഈസ് ഫിഫ്ത്ത് പോയിന്റ്. ആറാമത്തെ പോയിന്റോ, ദ പ്ലെയിൻസ് വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ബിഫോർ ബെൻഡിങ് റിമൈൻസ് പ്ലെയിൻ ഈവൻ ആഫ്റ്റർ ബെൻഡിങ്. അപ്പോൾ ഇവിടെ പ്ലെയിൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഒരു പ്ലെയിനാണ്, AB എന്നൊരു പ്ലെയിനാണ്, CD എന്ന വേറെ പ്ലെയിനാണ്. അത് ബെൻഡിങ് ചെയ്യുന്നതിന് മുന്നേ സ്ട്രെയിറ്റ് ആയിരുന്നു, ബെൻഡിങ്ങിന് ശേഷവും സ്ട്രെയിറ്റ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഡീഫോർമേഷൻ വരുന്നില്ല. ശരിക്കും ആക്ച്വലി അതൊരു പ്രാക്ടിക്കലി അങ്ങനെ അല്ല സംഭവിക്കുന്നത്. ശരിക്കും ബീമിൽ ഡീഫോർമേഷൻ വരുന്ന സമയത്ത് ഈ പ്ലെയിൻ ഡീഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇവിടെ അസ്യൂം ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് ഹാവിംഗ് എനി ഡീഫോർമേഷൻ. സോ ദ പ്ലെയിൻ which were perpendicular to the longitudinal axis before bending remains plane even after bending. That is another assumption. The last one is the radius of curvature is very large compared to the cross-section dimension of the beam. Radius of curvature എന്ന് പറയുന്നത് ബീം ഇങ്ങനെ വളയുന്ന സമയത്ത് എന്തായാലും ഒരു കർവേച്ചർ അല്ലേ, ഒരു വളവ് വരുന്നില്ല. അപ്പോൾ അതിന് എന്തായാലും റേഡിയസ് ഉണ്ടാവും ഉറപ്പാണല്ലോ. ദാറ്റ് റേഡിയസ് ഹിയർ ഇൻ ദ ഫിഗർ R വാല്യൂ ഈസ് വെരി വെരി ഹൈ, വളരെ കൂടുതലാണ് വിത്ത് റെസ്പെക്ട് ടു ദ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ ഓഫ് ദ ബീം. ബീമിന്റെ ബ്രെഡ്ത്തും ഡെപ്തും കമ്പയർ ചെയ്യുമ്പോൾ ഈ റേഡിയസ് എന്ന് പറയുന്നത് വളരെ വളരെ ഹൈ ആണ്. സോ ദീസ് ആർ ദ അസംഷൻസ് ഇൻ ദ അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ്. ലിമിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഈ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് എന്നുള്ള അസംഷൻ ആണ്. അതങ്ങനെ ആവണമെന്നില്ല. ശരിക്കും ആക്ച്വലി ഇൻ പ്രാക്ടീസ് ഇറ്റ് ഈസ് നോട്ട് റിമൈനിങ് പ്ലെയിൻ, but it is assumed that it is remaining plane. Then another ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽസ് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ 100% നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ എനിവേ ദീസ് ആർ ദ അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഈ പോയിന്റ് ശരിക്കും പഠിച്ചേക്കാം. അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിൽ യു ക്യാൻ റൈറ്റ് ജസ്റ്റ് 5 points, and if it is 7 marks you have to write all these 7 points. So by heart this one, what are the assumptions and limitations of the pure bending theory? Okay. ഇനി നമുക്കൊരു ഡെഫിനിഷനാണ് പഠിക്കാനുള്ളത്, വിച്ച് ഇസ് നോൺ ആസ് ദ ബെൻഡിങ് ഇക്വേഷൻ. ഇത് ഒരു യൂണിഫോമൽ ഇക്വേഷൻ, യൂണിവേഴ്സൽ ഇക്വേഷൻ ആണ്. ശരിക്ക് തറവായിട്ട് നമുക്ക് ഏത് ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം എന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. That is M/I equal to F/Y equal to E/R. This is the bending equation, where M is the moment of resistance അല്ലെങ്കിൽ external moment acting. I is the, I എന്താ നിങ്ങൾക്ക് അറിയാലോ, moment of inertia.
F is the bending stress, Y is the distance to the layer under consideration, E Young's modulus, R radius of curvature of the bending. ഇതാണ് ഇതിലെ ഓരോ ടേം. So this equation is to be thoroughly by hearted, and also you have to get a solution of how to derive this bending equation. Okay. So ആ ഡെഫിനിഷന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം അസ്യൂം ചെയ്യാം. So we are taking a beam which is subject to external loading. Consider a section between AB and CD. AB എന്ന CD എന്ന സെക്ഷൻ ഇടയിലുള്ള മാത്രം എടുക്കുക. And that section is having a length of dx. So ബീമിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം നമ്മൾ എടുക്കുന്നു വിത്ത് എ ലെങ്ത് ഓഫ് dx. ഇതാണ് ഇനീഷ്യൽ ഫോം. ഇവിടെ ഇ എഫ് എന്ന് സൂചിപ്പിക്കുന്നത് അതിൻ്റെ ന്യൂട്രൽ ലെയർ ആണ്, അല്ലെങ്കിൽ സെൻട്രൽ ലെയർ ആണ്. നമുക്കറിയാം ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ താഴത്തെ പോർഷൻ, ബോട്ടം പോർഷൻസ് അണ്ടർ ടെൻഷൻ ആയിരിക്കും. ദിസ് വിൽ ബി അണ്ടർ കംപ്രഷൻ. ഇതൊരു സിംപ്ലി സെപ്പറേറ്റ് ബീം ആണെങ്കിലാണ്. അപ്പോൾ ഇവിടെ കംപ്രഷനോട് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ കംപ്രഷൻ മാറി 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 ടെൻഷനായി മാറും. അപ്പോൾ ദർ വിൽ ബി എ ലെയർ വിച്ച് വിൽ ബി ഹാവിംഗ് നോ ടെൻഷൻ ആൻഡ് നോ കംപ്രഷൻ. That layer is known as neutral layer. ബെൻഡിങ്ങും ഇല്ല, കംപ്രഷനും ഇല്ല, ടെൻഷനും ഇല്ലാത്തൊരു ലെയർ ഉണ്ടാവും. That will be known as the neutral layer. And that neutral layer is here marked as EF. Now consider the diagram showing the bending of the beam. ഇങ്ങനെ ബെൻഡ് ചെയ്തു. ബെൻഡ് ചെയ്യുന്ന സമയത്ത് താഴത്തെ ലെയേഴ്സ് എല്ലാം എക്സ്റ്റെൻഡ് ആവും, മുകളിലത്തെ ലെയേഴ്സ് എല്ലാം കംപ്രഷൻ ആവും. EF എന്ന ലൈനിൻ്റെ മുകളിലെല്ലാം കംപ്രഷനും താഴെയെല്ലാം ടെൻഷൻ ആയിരിക്കും. ഇലോങ്ങേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എ സി എന്ന ലെയർ കംപ്രസ് ആയിട്ട് എ ഡാഷ് സി ഡാഷ് ആയിട്ട് മാറി. അതേപോലെ ഇവിടെ ബി ഡി എന്ന ലെയർ ബി ഡാഷ് ഡി ഡാഷ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് നോക്കേണ്ടത് ജി എച്ച് എന്ന ലെയർ ആണ്, വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സ്മോൾ വൈ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. അതിന് സംഭവിക്കുന്നു, അത് ജി ഡാഷ് എച്ച് ഡാഷ് ആയിട്ട് വലുതായി. പിന്നെ ഈ ഫിഗറിൽ നമുക്ക് വേറൊരു കാര്യം അറിയാം. ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ജനറലി എടുക്കുന്നത്. കാരണം നമുക്ക് ജനറലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ അപ് ടു ദ ന്യൂട്രൽ ആക്സിസ് ഉള്ളൂ. ഡീറ്റെയിലേക്ക് പോകുമ്പോഴാണ് താഴത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അപ് ടു ദ ന്യൂട്രൽ ആക്സിസിലേക്കുള്ള റേഡിയസ് ആർ ആണ്. ദാറ്റ് വിൽ ബി ഷോയിങ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ ഒരു ബെൻഡിങ് കൊണ്ട് ഇവിടെ ഒരു ആംഗിൾ ഡി തീറ്റ ഡെവലപ്പ് ചെയ്യപ്പെട്ടു. ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ ഡി തീറ്റ ഉണ്ടായി. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇ ഡാഷ് എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഇക്വേഷൻ ഈസ് ആർ ഡി തീറ്റ. So length E dash F dash will be obtained as R d theta. EF E dash F dashും EFും സെയിം ആയിരിക്കും, കാരണം ന്യൂട്രൽ ആക്സിസിന് പ്രത്യേകിച്ച് രൂപമാറ്റം സംഭവിക്കുന്നില്ല. സോ ഫ്രം ദ ഫിഗർ ജി എച്ച് എന്ന് പറയുന്നത് ഇ എഫിന് ഈക്വലൻ്റ് ആണ്, കാരണം ഇനീഷ്യലി എല്ലാം ഒരേപോലെ ആയിരിക്കുമല്ലോ. സോ ജി എസ് ഈക്വൽ ടു ഇ എഫ്. ഇവിടെ ഇ ഡാഷ് എഫ് ഡാഷ് എന്ന് പറയുന്നത് ഇ എഫിന് ഈക്വലൻ്റ് ആണ്, കാരണം ചേഞ്ച് വരുന്നില്ല. സോ this E dash F dash equal to R d theta എന്നുള്ളത് we can write as EF equal to R d theta അല്ലെങ്കിൽ GH equal to R d theta എന്ന് എഴുതാം അല്ലേ. ഇനി G dash H ഡാഷിന്റെ റേഡിയസിന്റെ ഇക്വേഷൻ നോക്കാം. ഇതൊരു കർവേച്ചർ ആണ്. ഈ ഒരു ആർക്ക് ലെങ്ത് G dash H dash will be R plus Y into d theta ആയിരിക്കും. കിട്ടി. സോ G dash H ഡാഷിന്റെ ലെങ്ത് കിട്ടിയല്ലോ. ഇനീഷ്യൽ എന്തായിരുന്നു ജി ഡാഷ് എച്ച് ഡാഷിന്റെ ഇനീഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത് ജി എച്ച് ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഡി തീറ്റ. സോ ജി എച്ച് ഈസ് എക്സ്റ്റെൻഡ് ടു ആർ പ്ലസ് വൈ ഇൻറ്റു ഡി തീറ്റ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ജി ഡാഷ് എച്ച് ഡാഷ് അല്ലെങ്കിൽ ജി എച്ചിൽ ഒരു സ്ട്രെയിൻ ഉണ്ടാവുമല്ലോ. സോ വാട്ട് വിൽ ബി ദ സ്ട്രെയിൻ ഇൻ ജി എച്ച്? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. സോ ചേഞ്ച് ഇൻ ലെങ്ത് വിൽ ബി ആർ പ്ലസ് വൈ ഇൻറ്റു ഡി തീറ്റ മൈനസ് ആർ ഡി തീറ്റ divided by r d theta. So that will be the change in length of the or strain in the g dash h dash. ഇത് സോൾവ് ചെയ്താൽ എന്ത് വരും നോക്കാം. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു y ബൈ ആർ എന്ന് കിട്ടി. ബട്ട് സ്ട്രെയിൻ്റെ വേറൊരു ഇക്വേഷൻ എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഇ എന്ന് നമുക്കറിയാം അല്ലേ. സ്ട്രെസ്സിന് ഇവിടെ ഈ ടെക്സ്റ്റിൽ സിഗ്മയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബട്ട് വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് എഫ്. നമുക്ക് വേറൊരു നൊട്ടേഷൻ കൊടുക്കുകയാണ്. ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഞാൻ റെഫർ ചെയ്ത് തരാം, പക്ഷെ യു ചേഞ്ച് ദിസ് സിഗ്മ ടു എഫ്. സിഗ്മ അല്ല നമുക്ക് വേണ്ടത്, ഇവിടെ എഫ് ആണ്.
So according to this equation we are getting strain is equal to y by r, but നമുക്കറിയാം strain is equal to stress by E ആണെന്ന് അറിയാം, taking it as F by E, that is the bending stress, where F is the bending stress. So this y by r is equal to F by E എന്ന് നമുക്ക് എഴുതാം അല്ലേ. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ we will be getting E by R equal to F by Y എന്ന് കിട്ടും. E എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് അല്ലേ, ആറും ഇവിടെ ഒരു പർട്ടിക്കുലർ ലോഡിംഗ് കണ്ടീഷനിൽ ആറ് കോൺസ്റ്റന്റ് ആണ്, ആറിന് വ്യത്യാസം വരുന്നില്ല. സോ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആയ സ്ഥിതിക്ക് F by Y is a constant, which implies F is proportional to Y. That means നമുക്ക് ഈ ഒരു ക്രോസ് സെക്ഷനിൽ ഇതായിരുന്നു ന്യൂട്രൽ ആക്സിസ് EF, ഈ ലൈനിലേക്ക് ഈ ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു Y. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം, Y കൂടുന്നതിനനുസരിച്ച് ബെൻഡിങ് സ്ട്രെസ് കൂടി വരുന്നു എന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ Y ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ EF-ലായിരിക്കും. അപ്പൊ അവിടെ Y ഈക്വൽ ടു 0 ആകുമ്പോൾ ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവുന്നില്ല, F 0 ആയിരിക്കും. ഇനി Y കൂടി വരികയാണ് താഴോട്ട്, അങ്ങനെ കൂടി വന്ന് ഇവിടെ എക്സ്ട്രീം ലെങ്ത്തിലെത്തി, എക്സ്ട്രീം പുറത്തെത്തി. അപ്പൊ Y വളരെ മാക്സിമത്തിലായിരിക്കും, അപ്പൊ എഫും മാക്സിമം ആയിരിക്കും. സോ Y മാക്സിമം ആവുന്ന സമയത്ത് എഫ് മാക്സിമം ആയിരിക്കും. ഇനി കംപ്രഷൻ സൈഡിലേക്ക് നോക്കാം. കംപ്രഷൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതേപോലെ Y കൂടി വന്ന് ഈ ഇവിടെ എത്തുമ്പോൾ കംപ്രഷൻ ഏറ്റവും കൂടുതലുള്ളത് ഈ ലെയറിലാണ്. അപ്പൊ Y മാക്സിമം അവിടെയും വന്നു, അതേപോലെ എഫ് മാക്സിമം അവിടെയും വന്നു, പക്ഷെ അത് കംപ്രഷൻ ആയിരിക്കും. ഇവിടെ ടെൻഷനാണ്, എഫ് ടെൻഷൻ ആയിരിക്കും മാക്സിമം, ഇവിടെ കംപ്രഷൻ ആയിരിക്കും മാക്സിമം. വേരിയേഷൻ മനസ്സിലായല്ലോ. സോ സ്ട്രെസ് ഇസ് വേരിങ് അക്കോർഡിംഗ് ടു ദ Y മാക്സിമം ആകുമ്പോൾ എഫ് മാക്സിമം. എനിവേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ആവശ്യമുള്ളത്, ഇത് ഓർമ്മിക്കാം. ദാറ്റ് ഈസ് ഈ കണ്ടീഷനിനകത്ത് E by R is equal to F by Y എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ക്രോസ് സെക്ഷൻ നോക്കാം. ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഓഫ് എനി ഏതൊരു ഡയമെൻഷനാണ്, ഓറിയന്റേഷനാണ്, നമുക്കറിയില്ല എന്താണ് എക്സാക്ട് അറിയില്ല, ഒരു ആർബിട്രറി സൈസ് എടുത്തു, ക്രോസ് സെക്ഷൻ എടുത്തു. കൺസിഡർ ആൻ എലമെന്റൽ ഏരിയ DA അറ്റ് എ ഡിസ്റ്റൻസ് Y ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. നേരത്തെ ഫിഗറിൽ കണ്ട EF എന്ന ന്യൂട്രൽ ആക്സിസ് ആണ് ഇത്. കൺസിഡർ എലമെന്റൽ ഏരിയ DA അറ്റ് എ ഡിസ്റ്റൻസ് Y. അങ്ങനെയാണെങ്കിൽ ഈ DAയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ക്രോസ് സെക്ഷൻ ഏരിയ DA ആണ്, അവിടുത്തെ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് F ആണ്. ഇനി നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ, ഈ ഒരു ചാപ്റ്ററിൽ ബെൻഡിങ് സ്ട്രെസ് മാത്രമേ എടുക്കുന്നുള്ളൂ, നോർമൽ സ്ട്രെസ് ഇല്ല. നോർമൽ സ്ട്രെസ് ആണ് നമ്മൾ ആദ്യമൊക്കെ പഠിച്ച സിഗ്മ എന്ന് പറയുന്ന സാധനം. ഹിയർ ഇറ്റ് ഈസ് ബെൻഡിങ് സ്ട്രെസ്, ദാറ്റ് ഈസ് F. സോ വാട്ട് വിൽ ബി ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ലെയർ? F ഇൻറ്റു DA ആയിരിക്കും അവിടുത്തെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദെൻ മൊമെന്റ് ഓഫ് ദിസ് F ഇൻറ്റു DA ഫ്രം ഈ ലൈൻ EF എന്തായിരിക്കും? That is the moment of this resisting area അല്ലെങ്കിൽ resisting force about this neutral axis. That will be F into DA into Y. That is the moment acting on this cross section due to the external അല്ലെങ്കിൽ due to this bending stress F. അപ്പോൾ ആക്ച്വലി ബെൻഡിങ് സ്ട്രെസ്സിനെ പറ്റി നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഇറ്റ് ഈസ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇന്റേണലി ടു റെസിസ്റ്റ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് എന്നാണ് പറഞ്ഞത് ഓവർ യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ മൊമെന്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നതിന് നമുക്ക് ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദ മൊമെന്റ് ജനറേറ്റഡ് ടു റെസിസ്റ്റ് ദ എക്സ്റ്റേണൽ ബെൻഡിങ് മൊമെന്റ് അല്ലേ. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് MR എന്ന നൊട്ടേഷൻ പറയുന്നു. സോ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ മൊമെന്റ് which is generated to resist the external bending moment. The moment generated internally to resist the external bending moment, MR. So that is equal to എന്താണ് ഇവിടെ F into DA into Y. This is the MR on this layer അല്ലെ, ഇവിടെ മാത്രമല്ല MR ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം ഉണ്ടാവുന്ന ബെൻഡിങ് സ്ട്രെസ് എന്തായിരിക്കും? ഇത്ര ഏരിയയിൽ we have to integrate this F into DA into Y. And we know F is equal to അല്ലെങ്കിൽ F by Y equal to E by R എന്ന റിലേഷൻ നമുക്കറിയാം. അതിന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ F is equal to E by R into Y എന്ന് അറിയാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് F into DA will be E by R into Y into
ഈ y ഇങ്ങോട്ട് എഴുതി ഡി എവിടെ എഴുതി. സോ ദിസ് വിൽ ബി ദ ഇന്റഗ്രേഷൻ ഫോർമുല. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ബൈ ആർ ഇൻറ്റു വൈ സ്ക്വയർ ഡി എ എന്നായിട്ട് മാറും. Again rearranging, e by r is a constant, taking out we will be getting y square dA integral കിട്ടും. പക്ഷേ വാട്ട് ഈസ് y square dA? ഇന്റഗ്രൽ y square dA ന്റെ സെക്കൻഡ് മൊമെന്റ് ആണ്. y dA എന്ന് പറഞ്ഞാൽ ഒരു മൊമെന്റ് ആയി. y square into dA എന്ന് പറഞ്ഞാൽ രണ്ട് മൊമെന്റ്. സെക്കൻഡ് മൊമെന്റ് ഓഫ് ദ ഏരിയ ആൻഡ് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ഈസ് നോൺ ആസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇത് മെക്കാനിക്സ് പഠിച്ചതാണ്. So this integral y square dA is equal to moment of inertia, and substituting that we will be getting e by r into I. Left side എന്തായിരുന്നു? Moment. So moment is equal to e by r into I. Rearranging m by I equal to e by r എന്ന് കിട്ടും. This is equation number 2. So m by I is equal to e by r കിട്ടി. നമുക്ക് നേരത്തെ ഇക്വേഷൻ നമ്പർ 1 ഉണ്ടായിരുന്നു. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? എഫ് ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ എന്നായിരുന്നു ഇക്വേഷൻ നമ്പർ 1. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇ ബൈ ആർ കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ആസ് എഫ് ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ ഈക്വൽ ടു എം ബൈ ഐ, അല്ലെങ്കിൽ എഫ് ബൈ വൈ ഈക്വൽ ടു എം ബൈ ഐ ഈക്വൽ ടു ഇ ബൈ ആർ. ഈ രീതിയിലൊരു ഇക്വേഷൻ കിട്ടും. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ദ ബെൻഡിങ് ഇക്വേഷൻ. ഡെഫിനേഷൻ ക്ലിയർ അല്ലേ? ഇതാണ് ഡെഫിനേഷൻ. എഫ് ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ ഈക്വൽ ടു എം ബൈ ഐ. ഇത് കിട്ടാൻ നമുക്ക് രണ്ട് സ്റ്റേജസ് ആണ്. ആദ്യത്തെ സ്റ്റേജിൽ എഫ് ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ എന്നുള്ളത് പ്രൂവ് ചെയ്യുക. രണ്ടാമത്തെ ഇക്വേഷനിൽ ഇ ബൈ ആർ ഈക്വൽ ടു എം ബൈ ഐ എന്നുള്ളത് പ്രൂവ് ചെയ്യുക. ഇത് രണ്ടും മിക്സ് ചെയ്താൽ എഫ് ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ എം ബൈ ഐ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 10-12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി ചോദിക്കുന്നതാണ്. ഓർ 8 മാർക്ക്, 8 മുതൽ 12 മാർക്ക് വരെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കും. ഡിഫൈൻ അല്ലെങ്കിൽ ഡിറൈവ് ദ ബെൻഡിങ് ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ നേരത്തെ ചെയ്ത ആ ബെൻഡിങ് ഒക്കെ കാണിച്ചിട്ട് എഫ് ബൈ വൈ ഇക്വൽ ടു ഇ ബൈ ആർ എടുക്കുക. രണ്ടാമത്തെ കണ്ടീഷനിൽ ഈ എക്സ്പ്ലനേഷൻ പ്രകാരം ഇ ബൈ ആർ ഇസ് ഈക്വൽ ടു എം ബൈ ഐ പ്രൂവ് ചെയ്യുക. കമ്പൈനിങ് ദിസ് ടു യു വിൽ ബി ഗെറ്റിംഗ് എഫ് ബൈ വൈ ഇക്വൽ ടു ഇ ബൈ ആർ ഇസ് ഈക്വൽ ടു എം ബൈ ഐ. ഓക്കെ, ഇതിൽ ഞാൻ നിങ്ങൾക്ക് ആ ടെക്സ്റ്റിന്റെ PDF തരാം. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, വീണ്ടും പറയുന്ന ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. അതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് സിഗ്മ എന്ന ടേം ആണ് ഫോർ ബെൻഡിങ് സ്ട്രെസ്. നമുക്ക് ആ ടേം ഉപയോഗിക്കേണ്ട, നമുക്കത് ഐഡന്റിറ്റി ആയി തന്നെ നിൽക്കട്ടെ. സിഗ്മ ഈസ് യൂസ്ഡ് ഫോർ നോർമൽ സ്ട്രെസ്, എഫ് ഈസ് യൂസ്ഡ് ഫോർ ബെൻഡിങ് സ്ട്രെസ്. അപ്പോൾ ആ നൊട്ടേഷനിൽ എഫ് തന്നെ നിങ്ങൾ മാറ്റി ഉപയോഗിക്കണം. ശ്രദ്ധിക്കുക, ആ രീതിയിലേക്ക് മാറ്റി പഠിക്കുക. So definition is given here, explanation is given here. You just refer to the textbook PDF. Then take this sigma, take this f instead of sigma. Okay. So this theory is proved.